സ്വർഗത്തിൻ്റെ തീരുമാനമാണ്, യേശുവും കൂടെ ഉള്ള ഡിവൈൻ കൗൺസിലിൻ്റെ തീരുമാനമാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ എല്ലാ രീതിയിലും മനുഷ്യവർഗത്തോടെ യേശു ഏകീഭവിക്കുമെന്നും ക്രൂശിലെ മരണം വരെയും ദൈവത്തോടുള്ള സമത്വത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്നുള്ളത് ഡിവൈൻ കൗൺസിലിൻ്റെ തീരുമാനമാണ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണത്. അതിൻ്റെ പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ പിതാവ് അതിൽ സന്തോഷിച്ചു. യെസ്, ഐ ആം വെൽ പ്ലീസ് വിത്ത് യു, ബിക്കോസ് നമ്മളെടുത്ത തീരുമാനം നീ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദൈവതൃത്വത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിവൈൻ, അതും ഒരു ഡിവൈൻ കൗൺസിലാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാഗുരുവത്തിൽ വന്നു, ഉയരത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു. ഒരു ഡിവൈൻ കൗൺസിലാണ് അതും. അവർ പറയാണ് ഐ ആം വെൽ പ്ലീസ് ബിക്കോസ് ഇത് എന്ത് തീരുമാനത്തോടെ നീ ഭൂമിയിലേക്ക് പോയോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള തീരുമാനം നിനക്കുണ്ടല്ലോ, അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹി വാസ് വെരി ഹാപ്പി, ഗാഡ് ഹെഡ് വാസ് വെരി ഹാപ്പി. ആ ദൈവപുത്രൻ്റെ പ്രഖ്യാപനമാണ്. എന്തുകൊണ്ടാണ് അവൻ മനുഷ്യനോട് ഏകീഭവിച്ചത്? ഏകീഭവിച്ചാലേ എൻ്റേതൊക്കെ അവൻ്റേതാകത്തുള്ളൂ. അതിനാണ്, അതായത് യേശു മനുഷ്യനോട് ഏകീഭവിച്ചത് കൊണ്ടാണ് മനുഷ്യൻ്റെ പാപങ്ങളെ വഹിക്കാൻ അവന് കഴിഞ്ഞത്. അല്ലെ, പറ്റത്തില്ലായിരുന്നു. യേശു ദൈവമായിട്ട് ഭൂമിയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ, ദൈവമായിട്ട് മാത്രം ഭൂമിയിൽ ജീവിക്കുകയായിരുന്നു, അവൻ ദൈവമാണ്, അതിന് സംശയമൊന്നുമില്ല. ദൈവമായിട്ട് മാത്രം ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ പാപത്തെ അവൻ ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല. അതിനവൻ കാര്യം മനുഷ്യന് മാത്രമേ പാപം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനാണല്ലോ പാപം ചെയ്യുന്നത്, ദൈവം പാപം ചെയ്യുന്നില്ല, ഇല്ലേ? ഞാൻ പാപം ചെയ്തത് കൊണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് മാത്രമേ എൻ്റെ പാപം ഏറ്റെടുക്കാനായിട്ട് കഴിയുള്ളൂ. എന്നെപ്പോലെ ആകുന്ന, പാപിയായിട്ടല്ല മനുഷ്യനായിട്ട്. യേശു പാപിയായില്ല, പക്ഷെ അവൻ മനുഷ്യനായിട്ട്. അത് അത്യന്താപേക്ഷിതമായിരുന്നു. അത് നമുക്ക് മനസ്സിലാകുന്നതിനൊക്കെ അപ്പുറത്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. അതായത് യേശു എങ്ങനെ, അല്ലെങ്കിൽ ദൈവം എങ്ങനെ ഭൂമിയിൽ വന്നു നടന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ പണ്ടത്തെ ഒരു ഉദാഹരണമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഉദാഹരണമൊന്നുമല്ല, കടവെടുത്ത ഉദാഹരണമാണ്. ഒരു മനുഷ്യനിങ്ങനെ കലപ്പ കൊണ്ട് നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണമാണ്. ഉദാഹരണത്തിൻ്റെ വിലയുള്ളൂ. ഇതിനകത്തൊന്നും ഡോക്ടറിൻസ് ഒന്നും ഉണ്ടാക്കരുത്. പലപ്പോഴും ഉള്ള പ്രശ്നം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് മനുഷ്യൻ ഡോക്ടറിന് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ കലപ്പ കൊണ്ട് ഉഴുതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അങ്ങേ അറ്റത്ത് ചെന്നിട്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഇവൻ കണ്ടു, ഈ കലപ്പ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ കലപ്പ ഉഴുതുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കണ്ടു ഇപ്പുറത്ത് വലിയൊരു ഉറുമ്പിൻ കൂടുണ്ട്, എറുമ്പിൻ്റെ ഒരു വലിയൊരു കൂടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ മനസ്സിലാക്കി, എൻ്റെ കലപ്പ തിരിച്ചു വരുമ്പോൾ ഈ കൂടിൻ്റെ മണ്ടയ്ക്കൂടെയാണ് വരുന്നത്, എനിക്ക് ഈ ഉറുമ്പുകളെ രക്ഷിക്കണം. ഉറുമ്പുകളെ രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കലപ്പ ഇതിലേ വന്നേലേ പറ്റുള്ളൂ. ഉറുമ്പുകളെ രക്ഷിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഉറുമ്പ് ഇവിടുന്ന് ഓടിപ്പോകണം. അപ്പോൾ ഉറുമ്പ് ഓടിപ്പോകണമെങ്കിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഉറുമ്പുകളെ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവീൻ, എൻ്റെ ന്യായവിധിയുടെ കലപ്പ ഇതാ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകൾക്ക് ഇടിവെട്ടിയെന്നേ തോന്നത്തുള്ളൂ. അതൊന്നും ഓടിപ്പോകത്തൊന്നുമില്ല. ഓടിപ്പോകണമെങ്കിൽ അത്യാവശ്യമുള്ള കാര്യം, ഞാൻ ഒരു ഉറുമ്പിനെ പോലെ ആകണം. ഞാൻ എൻ്റെ വലിയ കാലും വെച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു ചെന്നാലും പറ്റിയല്ലേ, പർവ്വതം അടുത്ത് വരുന്നതേ ഉറുമ്പിന് തോന്നത്തുള്ളൂ. ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ സീനായി മലയിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇടിവെട്ടി. അല്ലാതെ അവർക്ക് ശബ്ദം കേൾക്കാൻ മോശയോട് പറഞ്ഞു, ഞങ്ങളോട് ദൈവം സംസാരിക്കരുതേ, നീ അങ്ങ് കേട്ടാൽ മതി, എന്നിട്ട് പിന്നെ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി, കാര്യം ഞങ്ങൾക്കത് കേൾക്കാനുള്ള ശേഷിയില്ല. ഈ മനുഷ്യൻ ഒരു ഉറുമ്പായിട്ട് ഉറുമ്പിൻ്റെ ശബ്ദത്തിൽ നേരെ താഴെ ഇറങ്ങി വരികയാണ്. എന്നാൽ അതേസമയം ഒരു കാര്യം കൂടെ ഓർക്കണം, ഇവന് പൂർണ്ണമായിട്ടും അവൻ ഉറുമ്പാണ്. എന്നാൽ അതേസമയം ഉറുമ്പ് മാത്രമല്ല, ഉറുമ്പിൻ്റെ അടുത്ത് ഉറുമ്പിൻ്റെ ബുദ്ധിയും കൊണ്ടാണ് ചെല്ലുന്നെങ്കിലും ഇവനോട് പറയാനായിട്ട് ഉറുമ്പിൻ്റെ അടുത്ത് ഉറുമ്പിൻ്റെ ബുദ്ധിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അങ്ങ് ഉറുമ്പായെന്ന് വെച്ചു. അന്നേരം ഈ ഉറുമ്പുകൾ കളിക്കുന്ന കൂട്ടത്തിൽ അവനും പോയി കളിച്ചേച്ച് വരത്തേ ഉള്ളൂ, സന്ദേശം മറന്നു പോകും. അപ്പോൾ എന്താണ് ആവശ്യം? ഉറുമ്പിൻ്റെ ശരീരവും മനുഷ്യൻ്റെ ബീയിങ്ങും ആയിരിക്കണം. ഉറുമ്പിൻ്റെ ശരീരം വേണം, ഉറുമ്പിൻ്റെ ഭാഷ വേണം, എന്നാൽ അതേസമയം അവൻ മനുഷ്യനാണെന്നുള്ള കാര്യം അവൻ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. അവൻ മനുഷ്യനും ഉറുമ്പുമായെങ്കിൽ മാത്രമേ ഉറുമ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായി. അതിൻ്റെ അർത്ഥം അവൻ എന്തല്ല, അവൻ മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ പാപത്തിലും ഒന്നും പെട്ടുപോയെന്നല്ല. അവൻ അങ്ങനെ അത് പറ്റത്തില്ല. അവൻ അപ്പോഴും ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അവൻ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യൻ്റെ ഇടയിൽ പാർക്കുമ്പോഴും അവൻ ദൈവം തന്നെയാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും ആ ദൈവസ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷേ ഉറുമ്പുകളെ ഇവിടുന്ന് മാറ്റി പ്രതിഷ്ഠിക്കുന്നത് വരെയും ഇവന് ഉറുമ്പായിട്ട് തന്നെ ജീവിച്ചാലേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ദൈവം ഭൂമിയിൽ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ അവൻ്റെ തീരുമാനമാണ് എന്ത്? ഈ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാകുന്നത് വരെ ഞാൻ എന്തു ചെയ്യും? ഒരു മനുഷ്യൻ്റെ വേഷത്തിൽ തന്നെ മനുഷ്യനോട് ഏകീഭവിച്ച് ജീവിക്കും. മനുഷ്യനെ പോലെ ആയെങ്കിലേ മനുഷ്യനോട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ, ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. യേശു എന്നോട് ഏകീഭവിക്കണമായിരുന്നു. അതാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ ബാപ്റ്റിസത്തിൽ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഐഡൻറ്റിഫൈ വിത്ത് മാൻകൈൻഡ്. നൗ
I can take all the troubles of the people. മനുഷ്യന്റെ സകല കുഴപ്പങ്ങളും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും. ബിക്കോസ് ഐ എം എ മാൻ. ഞാൻ മനുഷ്യനായി തീർന്നിരിക്കുന്നു. ഞാൻ മനുഷ്യൻ, അതായത് ഐ എം ഗാഡ് അറ്റ് ദ സെയിം ടൈം. ഞാനിപ്പോൾ ആരായിരിക്കുന്നു? മനുഷ്യനായിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങളെ എനിക്ക് ഏറ്റെടുക്കാനായിട്ട്, യേശുവിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നു. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ഈ ചാപ്റ്ററിൽ സ്നാനത്തോടുകൂടെ അവൻ മനുഷ്യപുത്രനാവുകയാണ്. അതിനുശേഷം യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവകാശമുണ്ടെന്ന് കാണിക്കേണ്ടതിന്. അപ്പോൾ മുതൽ യേശു തന്നെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗാഡ്. ഹി ഈസ് ട്രൂലി സൺ ഓഫ് ഗാഡ്. ഹി ബിക്കെയിം സൺ ഓഫ് മാൻ. ഈ ട്രാൻസിഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴും അവൻ അവന്റെ അസ്തിത്വം എന്ത് ചെയ്യുന്നില്ല, അവന്റെ ഐഡന്റിറ്റി അവൻ വിട്ടുകളയുന്നില്ല. അവൻ മനുഷ്യനോട് ഏകീഭവിക്കുമ്പോഴും അവൻ ആര് തന്നെയാണ്? അവൻ ദൈവമാണ് എന്നുള്ളതാണ്. അവൻ്റെ ശുശ്രൂഷ സ്നാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അടുത്തത് തൊട്ട് അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ മിനിസ്ട്രിയുടെ ആരംഭം നമ്മൾ കാണുകയാണ്. സ്നാനം എന്ന് പറയുന്നത് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള അവൻ്റെ ഒരുക്കമാണ്, അവൻ്റെ ഡിക്ലറേഷനാണ്. ഈസ് ഡിക്ലയറിങ് ദാറ്റ് ഐ ആം ഹിയർ ടു മിനിസ്റ്റർ. മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും. അവൻ്റെ മിനിസ്ട്രി തുടങ്ങുകയാണ്. അവൻ്റെ ഇൻകാർണേഷൻ തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവൻ്റെ ശുശ്രൂഷയും എന്താണ്? അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അല്ലെങ്കിൽ അവൻ മനുഷ്യനോട് ഏകീഭവിക്കത്തൊന്നുമില്ല. അവൻ എന്താവശ്യം? അവൻ്റെ സ്നേഹവും കരുണയുമാണ് അവൻ മനുഷ്യനോട് ഏകീഭവിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലും ആ സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയും. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ദ ടൈം ഈസ് ഫുൾഫിൽ. ഞാൻ ചില ഫാസ്റ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം. ദ ടൈം ഈസ് ഫുൾഫിൽ. നമുക്കറിയാമല്ലോ, ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട്. ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ദൈവരാജ്യം ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. അത് എത്തിച്ചേർന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. വരാൻ പോകുന്നു എന്ന് തന്നെയല്ല, ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്താലും അതിന് പ്രശ്നമില്ല. അതായത് കാലം തികഞ്ഞു, ഇതാ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് പറയാൻ കാര്യം? രാജാവ് വന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അല്ലാതെ രാജ്യം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ യേശു കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മനസ്സിൽ ഭൂമിയിൽ മറ്റൊരു രാജ്യം ഉണ്ടാക്കുന്നത് പോലെ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു മോഹമില്ല. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ, എൻ്റെ പുത്രൻ, അവൻ എൻ്റെ ആദ്യജാതൻ തന്നെ, എന്നെ ആരാധിക്കണത് എൻ്റെ മകനെ വിടുക എന്ന് പറഞ്ഞു. അന്ന് ഇസ്രായേൽ ആയിരുന്നു മകൻ. അതുകൊണ്ട് ലോകത്തിൽ ആർക്ക് രക്ഷ വേണമെങ്കിലും ഇസ്രായേലിലൂടെ വേണമായിരുന്നു രക്ഷപ്പെടാൻ. കാര്യം രക്ഷയുടെയും ബ്ലെസ്സിങ്സിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ ഏജൻസി ആർക്കാണ് ദൈവം കൊടുത്തിരുന്നത്? അന്ന് ഇസ്രായേലിനാണ് കൊടുത്തത്. പക്ഷെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതി കഴിഞ്ഞു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്ന്. അതായത് ഇനി ഇസ്രായേലിന് രക്ഷ വേണമെങ്കിൽ ഈ പുത്രന് വരണം. പുത്രനിലൂടെ രക്ഷയുള്ളൂ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അതാണ്. എന്ത്? നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അന്ന് ഇസ്രായേലായിരുന്നു പുത്രൻ, അവനെ ചുംബിച്ചാൽ മതിയായിരുന്നു. ഇനി ഇസ്രായേലിനെ ചുംബിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ചുംബിക്കേണ്ടത് ആരാണ്? പുത്രൻ, എൻ്റെ കർത്താവാണ്. യേശു കർത്താവിനെ ചുംബിക്കുന്നവനാണ് ഇനി രക്ഷ.